ഞാൻ ചില കഥകളൊക്കെ പറയുമ്പോൾ ശ്രീകണ്ഠൻ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങോട്ട് വരും, ഇതല്ലേ നീങ്ങും, പിന്നെ തീർന്നു. അപ്പം ഞാൻ എഴുത്ത് തുടങ്ങി, സ്ക്രിപ്റ്റ് എഴുത്ത് തുടങ്ങി. സ്ക്രിപ്റ്റ് എഴുത്ത് കുറേ സ്ക്രിപ്റ്റിൽ എഴുതി, പിന്നെ ഓരോ വരവിനും ഓരോ സ്ക്രിപ്റ്റ് കൊടുക്കും. അവസാനം ഇത് വലിയ വെയിറ്റുള്ള സാധനം നമ്മൾ എഴുതുമ്പോൾ ചില്ലറ എഴുത്തൊന്നുമല്ലല്ലോ എഴുതുക. അങ്ങനെ എഴുതിയിട്ട് പിന്നെ അവസാനം ചെയ്യണമെങ്കിൽ ദേവി സ്ക്രിപ്റ്റ് എഴുതണ്ട, വൺലൈൻ ഉണ്ടാക്കി. അങ്ങനെ കുറേ ഉണ്ടാക്കി അങ്ങനെ ഒരു സാധനം അതിനൊരു ടെലിഫിലിം ചെയ്തു, മകൾ എന്നുള്ളത്. അത് ശ്രീകണ്ഠൻ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അത് ടച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മൂപ്പർക്ക് അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടാണ് അതാണ് ലൈഫിൽ ശ്രീനേട്ടൻ്റെ ഭയങ്കര വർക്കായി. ശ്രീനേട്ടൻ അത് വായിച്ചിട്ട് ഭയങ്കര ഇമോഷണലായി. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നല്ലേ? അങ്ങനെയാണ്. പിന്നെ അല്ല, അതിനു മുമ്പേ തുടങ്ങി. അതിനു മുമ്പ് ഞാനൊരു ഒന്ന് രണ്ട് ത്രെഡുകൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ പൂത്തികയൊക്കെ നടന്നൊരു ഇൻസിഡൻസ് വെച്ചിട്ട്. പക്ഷെ കഥ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എഴുതി വരുമ്പോഴേക്ക് അത് നീ ചെയ്യേണ്ട വേറെ, അത് ചെയ്യാൻ വേറെ ആളുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പതുക്കെ ഒരു കഥയിലേക്ക് പോയി. അതിനിടയിലാണ് ഇത് ഈ ടെലിഫിലിം. അങ്ങനെ കുറേ സമയമെടുത്തു. കാരണം എനിക്കൊരു ശ്രീനടുത്ത് പോയിട്ട് ശ്രീനേട്ട എനിക്കൊരു സ്ക്രിപ്റ്റ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് അത് നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മളെടുത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് മൂപ്പരെ ബോധ്യപ്പെടുത്തണ്ടേ. അതിന് ആ ശ്രമം ഒരുപാട് കാലം എടുത്തു, ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്.